ഗുജറാത്തിലെ കാണ്ഡലയിലൂടെ ഒരു യാത്ര. ഗുജറാത്ത് സംസ്ഥാനത്തിൽ കടലുമായി ചേർന്നു കിടക്കുന്ന ഒരു കടലോര ജില്ലയാണ് കച്ച്. കച്ച് ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തുറമുഖ പ്രദേശമാണ് കാണ്ഡല. ഗാന്ധിധാമിൽ നിന്ന് ഏകദേശം 30 മിനിറ്റ് യാത്രാ ദൂരമാണ് കാണ്ഡലയിലേക്കുള്ളത്. അവിടുത്തെ കാഴ്ചകൾ നിങ്ങളുമായി പങ്കുവെക്കുക എന്നതാണ് എൻ്റെ യാത്രാ ലക്ഷ്യം. ധാരാളം വ്യവസായശാലകൾ തിങ്ങി നിറഞ്ഞതാണ് കാണ്ഡല. സമയം രാവിലെ 8 മണി ആയതിനാൽ തന്നെ ജോലി ആവശ്യത്തിനായി ആളുകൾ കമ്പനിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നാം കാണുന്നത്. സൈക്കിളുകളിലും ബൈക്കുകളിലും ഓട്ടോറിക്ഷകളിലുമായി യാത്രക്കാരുടെ തിരക്കാണ് റോഡിൽ. ഈ പ്രദേശത്തെ താമസക്കാരിൽ കൂടുതലും അന്യസംസ്ഥാനക്കാരാണ് എന്നതാണ് യാഥാർത്ഥ്യം. ജോലിക്ക് വേണ്ടി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവർ. FCIയുടെ പ്രവർത്തനശൂന്യമായിട്ടുള്ള ഗോഡൌണും ഉപ്പ് റിഫൈനറികളും കടന്നുകൊണ്ട് കാണ്ഡല പോർട്ടിലേക്കുള്ള മെയിൻ നാഷണൽ ഹൈവേയിലേക്കാണ് നാം കയറുന്നത്. വലിയ കൂറ്റൻ ട്രെയിലർ ട്രക്കുകളാണ് ഹൈവേയിൽ ചീറിപ്പായുന്നത്. ഡിസംബർ മാസം ആയതിനാൽ തന്നെ തണുത്ത കാലാവസ്ഥയാണ് കാണ്ഡലയിലുള്ളത്. തണുപ്പിനെ വകഞ്ഞു മാറ്റുന്നതിനായിട്ടുള്ള കൊച്ചു ചായക്കടകളും പഞ്ചർ കടകളും മാത്രമാണ് റോഡ് സൈഡിൽ തുറന്നു പ്രവർത്തിക്കുന്നത്. ഹൈവേ യാത്രയിലെ പ്രധാന കാഴ്ച എന്നത് ഉപ്പുപാടങ്ങൾ മാത്രമാണ്. ഇവിടുത്തെ കാലാവസ്ഥ എടുത്തു നോക്കിയാൽ ഏകദേശം മരുഭൂമിക്ക് തുല്യമാണ് ഇവിടം. വർഷത്തിൽ മഴ ചിലപ്പോൾ ലഭിച്ചാൽ മാത്രമായി. സമ്മർ സീസണിൽ ഉയർന്ന താപനിലയും വരണ്ട അന്തരീക്ഷവുമായിരിക്കും. താപനില 45 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്നതുമാണ്. എന്നാൽ വിന്റർ സീസണിൽ താപനില കുത്തനെ കുറയുന്നതും കുറഞ്ഞ താപനില 3 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുന്നതുമാണ്. ഡിസംബർ മാസം ആയതിനാൽ തന്നെ ഇപ്പോൾ രാവിലെ ഏകദേശം 9 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യവസായശാലകൾ തിങ്ങി നിറഞ്ഞ ഒരു സംസ്ഥാനമാണല്ലോ ഗുജറാത്ത്. ഇവിടുത്തെ വ്യവസായശാലകൾക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയലുകളുടെ ഇറക്കുമതിയും ഇവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയുമാണ് കാണ്ഡലയെ ഒരു തിരക്കുപിടിച്ച വാണിജ്യ കേന്ദ്രമാക്കുന്നത്. ഉത്തരേന്ത്യയിലേക്ക് കടൽ മാർഗം എത്തുന്ന എല്ലാ ചരക്കു നീക്കുപോക്കുകളും കാണ്ഡല പോർട്ട് വഴി വേണം കടന്നു പോകുന്നതിന്. റോഡിൽ ധാരാളമായി കാണപ്പെടുന്നത് വലിയ വലിയ ട്രെയിലർ ട്രക്കുകളാണ്. അധികവും ഉത്തരേന്ത്യൻ രജിസ്റ്റേർഡ് വാഹനങ്ങൾ. വൈകുന്നേര സമയങ്ങളിൽ കിലോമീറ്ററുകൾ നീളുന്ന ട്രാഫിക് ജാമാണ് ഇവിടുത്തെ സ്ഥിരം കാഴ്ച. അതിന് പരിഹാരമെന്നോണം ഹൈവേ വിപുലീകരണവും ഓവർബ്രിഡ്ജുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നുണ്ട്. കാണ്ഡല പോർട്ടിനോട് ചേർന്നു സ്ഥിതി ചെയ്യുന്ന ഒരു കൂറ്റൻ ടാങ്ക് ഫാമാണിത്. കമ്പനികൾക്കു വേണ്ടി കടൽ മാർഗം എത്തുന്ന ഓയിലും മറ്റും സ്റ്റോക്ക് ചെയ്യുന്നതിനായിട്ട് വാടകയ്ക്ക് കൊടുക്കുന്ന ടാങ്ക് ഫാമാണിത്. എന്നാൽ പോർട്ടിനോട് ചേർന്നു തന്നെ റിഫൈനറികളും മറ്റും സ്ഥിതി ചെയ്യുന്നുമുണ്ട്. ഇവിടത്തേക്ക് ക്രൂഡ് ഓയിൽ പൈപ്പ് ലൈൻ വഴി നേരിട്ട് പോർട്ടിൽ നിന്നാണ് എത്തുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വേലിയേറ്റ തുറമുഖമാണ് കാണ്ഡല. കടൽ വെള്ളം സൂര്യപ്രകാശത്തിൽ വറ്റിച്ചാണ് സാധാരണയായി ഉപ്പുണ്ടാക്കുന്നത്. അതേസമയം ലോകത്തിന്റെ പല ഭാഗത്തും പാകിസ്ഥാനിലെ ക്യൂറ, US കരിങ്കടൽ തീരം, ആഫ്രിക്കയിലെ മൊറോക്കോ, ആസ്ട്രിയ, റൊമേനിയ, ഇംഗ്ലണ്ട് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം അതിൻ്റെ ഹാലൈറ്റ് എന്ന ധാതുരൂപത്തിൽ ഉപ്പ് പൊരിച്ചെടുക്കുന്ന ഖനികളുമുണ്ട്. ഇന്ത്യയിൽ രാജസ്ഥാനിൽ ഉപ്പുഖനിയുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഉപ്പുഖനി കാനഡയിലാണ്. കടൽ ജലത്തിലെ ആൽഗകളും ചെളിയുടെ അംശങ്ങളും അടങ്ങിയതാണ് ശുദ്ധീകരിക്കാത്ത ഉപ്പ്. വ്യാവസായിക വിപ്ലവത്തിന് മുമ്പ് ഖനികളിൽ നിന്ന് ഉപ്പുണ്ടാക്കുന്നത് ശ്രമകരമായ ഒരു ജോലിയായിരുന്നു. പല പുരാതന രാജ്യങ്ങളിലും അടിമകളെയാണ് അവിടെ ജോലിക്ക് നിയോഗിച്ചിരുന്നത്. കാരണം ജോലിക്കാരുടെ ആയുസ് കുറയുന്നു എന്നത് തന്നെയാണ്. പുരാതന റോമിൽ പട്ടാളക്കാരുടെ ശമ്പളത്തിൽ ഉപ്പ് വാങ്ങാനായി കൊടുത്തിരുന്ന പങ്കിനെ വിളിച്ചിരുന്നത് സലേറിയം എന്നാണ്.
അതിൽ നിന്നാണ് സാലറി എന്ന പദം വരുന്നത്. ചൈന, അമേരിക്ക എന്നീ രാജ്യങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. കടൽ വെള്ളം വറ്റിച്ചെടുത്തും ഉപ്പ് ഖനികളിൽ നിന്ന് നേരിട്ട് വെട്ടിയെടുത്തും ഉൽപാദനം നടക്കുന്നുണ്ട്. കാണ്ട്ല തുറമുഖം ഇന്ന് അറിയപ്പെടുന്നത് ദീൻ ദയാൽ പോർട്ട് എന്നാണ്. പാവപ്പെട്ടവരുടെയും തൊഴിലാളി വിഭാഗങ്ങളുടെയും ഉന്നമനത്തിനായി ജീവിതം ത്യാഗം ചെയ്ത വ്യക്തിയാണ് ദീൻ ദയാൽ. അദ്ദേഹത്തിന്റെ നാമമാണ് നൽകിയിട്ടുള്ളത്. ഇന്ത്യ വിഭജനത്തിന്റെ സന്തതി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് കാണ്ട്ല തുറമുഖത്തെയാണ്. ഇന്ത്യയും പാകിസ്ഥാനുമായി വിഭജിക്കപ്പെട്ടപ്പോൾ അന്നത്തെ പ്രധാന തുറമുഖമായ കറാച്ചി പാകിസ്ഥാന്റെ ഭാഗമായതുകൊണ്ടാണ് കാണ്ട്ല തുറമുഖം പണി കഴിപ്പിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി എക്സ്പോർട്ടിംഗ് പ്രോസസിംഗ് സോൺ ആരംഭിച്ചത് കാണ്ട്ലയിലാണ്. കാണ്ട്ല പോർട്ടിനോട് ചേർന്നു കിടക്കുന്ന ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ LPG സ്റ്റോറേജ് പ്ലാന്റാണ് ഇവിടെ വിശാലമായി കിടക്കുന്നത്. ഗുജറാത്തിലെ മറ്റു 3 പ്രധാന തുറമുഖങ്ങളിലും ഇതുപോലുള്ള പ്ലാന്റുകൾ IOCLനുണ്ട്. ഗുജറാത്ത്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് തുടങ്ങി 22 ബോട്ടിൽ പ്ലാന്റുകളിലേക്കാണ് ഇവിടെ നിന്ന് കയറ്റി അയക്കുന്നത്. ഏകദേശം 2.5 മില്യൺ ടൺ ആണ് ഇവിടുത്തെ സ്റ്റോറേജ് കപ്പാസിറ്റി. കാണ്ട്ല IOCL പ്ലാന്റിന്റെ അടുത്ത മെയിൻ പ്രൊജക്ട് എന്നത് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിലെ LPG ബോട്ടിലിംഗ് പ്ലാന്റിലേക്ക് LPG എത്തിക്കുന്നതിനായിട്ടുള്ള പൈപ്പ് ലൈൻ നിർമ്മിക്കുക എന്നതാണ്. ഏകദേശം 2000-ഓളം കിലോമീറ്റർ നീളത്തിലുള്ള പൈപ്പ് ലൈൻ ഗുജറാത്തിലെ 4 റിഫൈനറികളിൽ നിന്ന് വ്യത്യസ്തമായ പോർട്ടുകളിലേക്ക് പൈപ്പ് ലൈൻ മാർഗം എത്തിച്ച് സ്റ്റോർ ചെയ്യുന്ന സിസ്റ്റം ആദ്യമായി ആരംഭിക്കുന്നതും IOCL ആണ്. ഉപ്പുപാടങ്ങളിലും മറ്റും തുച്ഛമായ വേതനത്തിന് ജോലി ചെയ്തുകൊണ്ട് നിത്യജീവിതത്തിനുള്ള മാർഗം കണ്ടെത്തുന്ന ഒരു വിഭാഗം ജനതയാണ് ഇവിടുത്തെ സ്ഥിര താമസക്കാർ. സർക്കാരിന്റെയും കോർപ്പറേറ്റുകളുടെയും അധീനതയിലുള്ള ഈ സ്ഥലത്ത് ജോംപടികൾ നിർമ്മിച്ചാണ് ഇവരുടെ താമസം. ഇതൊരു വേലിയേറ്റ തുറമുഖ പ്രദേശം ആയതിനാൽ തന്നെ എല്ലാ സമയത്തും വീട് വെള്ളത്തിലാണ്. അകത്തേക്ക് വെള്ളം കയറാതിരിക്കാനായി 4 കാലുകളിൽ നിർമ്മിച്ച കൂരകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഉപ്പുപാടങ്ങൾ, സീ പോർട്ട്, ഇന്ത്യൻ ഗ്യാസ് സ്റ്റോറേജ് പ്ലാന്റ്, ഓയിൽ റിഫൈനറികൾ തുടങ്ങി രാജ്യത്തിന്റെ വ്യാവസായിക മേഖലയിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഒരു പ്രദേശത്തിലെ സാധാരണക്കാരന്റെ ജീവിത രീതിയുടെ ഒരു നേർക്കാഴ്ചയാണിത്.